നേരത്തെ പറഞ്ഞത് നേരത്തെ പറഞ്ഞതല്ലേ ഒരു കാര്യം പറയാനുള്ളത്. നേരത്തെ ഒരു കാര്യം പറയുന്നത് ഓർമ്മയുണ്ടോ? ഒന്നര പറയാം, ഉറക്കെ പറയാം, നിങ്ങൾക്ക് ഉറക്കെ പറയാം. അപ്പൊ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞത് എങ്ങനെ പോകാൻ പോകുന്നത് അടുത്തത് പറയാൻ പോകുന്നത് ഉഷാറില്ല. നമുക്ക് അത്രയും ഞാൻ ഒപ്പം തന്നെ പറഞ്ഞിട്ട് ഒരു ഉഷാറ് പറഞ്ഞില്ല. 3, 2, 1 ഉറക്കെ ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ വേണം നിൽക്കാം, ഉറക്കെ വെക്കാൻ നിൽക്കാം, കൂടുതൽ വേണം എന്താ നിൽക്കാം. നമ്മുടെ നിർമ്മിക്കുന്ന മുന്നിലേക്ക് നമ്മുടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ ജൂനിയേഴ്സിന്റെ അവസാനം ഉദ്ഘാടനം റദ്ദൂർ എത്തിക്കഴിഞ്ഞു. ഉണ്ണിസാൻ സ്പെഷ്യൽ താങ്ക്സ്. കാര്യം സാധാരണ ഞാൻ പറയുന്നത് സെലിബ്രിറ്റീസിനെ കൊണ്ടുവരും, പക്ഷെ അവിടെ പൈസ കൊടുക്കാനില്ല. ഇത് സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് സെലിബ്രിറ്റിക്ക് പൈസ കൊടുത്തു വന്ന് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഓരോ സമ്മാനമായിട്ട് സാറ് മാറ്റി നിൽക്കുന്നതാണല്ല. തീർച്ചയായിട്ടും ഒരു നിറഞ്ഞ കൈയടി ഇദ്ദേഹത്തിന് കൊടുക്കാം എല്ലാവരും ചേർന്നിട്ട്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ലക്ഷ്മി നക്ഷത്രത്തിൽ നല്ലീഷനെ കാണാൻ നമ്മൾ എത്ര നമ്മൾ കൈയടിച്ചത് നോക്കട്ടെ. കൈയടിക്കണം. ഓക്കെ, ഇനി 50,000 രൂപ ക്യാഷ് കൊണ്ടോ നമ്മൾ എത്ര നമ്മൾ കൈയടിച്ചത്. നന്ദി പറയണം കേട്ടോ. ഈ സ്നേഹത്തിന് മുന്നിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം സഫീർ താജ്മഹൽ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് 7:30 മുതൽ കാലത്ത് 7:30 മുതൽ ഇവിടെ ആൾക്കാർ വന്ന് തുടങ്ങിയെന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളോടുള്ളൊരു സ്നേഹം, അതുപോലെ തന്നെ ശരിക്കും തൃശ്ശൂർ ഗോൾഡ് ജ്വല്ലേഴ്സിനോടുള്ള ഒരു ട്രസ്റ്റ്, വിശ്വാസം എന്നും പറയണം. എനിക്കറിയാം, ഞാൻ ഏതൊരു ഇനോഗ്രേഷന് വരുമ്പോഴും വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് വരിക. ഒരു 300 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയതാണ് 30-35 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണിച്ചേട്ടൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത് അല്ലേ. തീർച്ചയായിട്ടും ചേട്ടൻ കണ്ണ് നിറയുന്നുണ്ട്. അവിടെ നിന്ന് ഇത്രയും വലിയൊരു ഗ്രാൻഡ് ഓപ്പണിംഗ് ചേട്ടൻ നടത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുത്തിട്ടുള്ള വിശ്വാസവും ചേട്ടൻ നൽകുന്ന സ്വർണത്തിനോടുള്ള ആ ഒരു ട്രസ്റ്റും തന്നെയാണ്. തീർച്ചയായിട്ടും സാധാരണ ഒരു വേദിയിൽ പോകുമ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരാണ് ആദ്യം സംസാരിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഇതിലൂടെ ചോദിച്ചത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മൈക്ക് കൈമാറുന്നത് ഇത്രയും ജനങ്ങളെ ഇവിടെ മുൻകൂട്ടിയിൽ കൊണ്ടുവന്ന് ലക്ഷ്മിയെ നലീഫിനെ കാണാൻ സഹായിച്ച അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത ഒരു നിമിഷം സാറിന് തന്നെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. നിങ്ങളുടെ നിറഞ്ഞ കൈയ്യടി കൊടുത്ത് അദ്ദേഹത്തെ സഹായം ചെയ്യാം. ഉഷാറായിട്ട് പ്ലീസ്. എൻ്റെ മുരുകുമ്പുഴ നിവാസികളെ, നിങ്ങൾ ഇത്രയും പേര് എന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 പേരെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് 100% എനിക്ക് മനസ്സിലായി ഈ തിരക്ക് കാണപ്പെട്ടെന്ന്. അതുമാത്രമല്ല, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു കലവറയാണ് ഇവിടെ നമ്മുടെ ജ്വല്ലറി ഒരുക്കിയിട്ടുള്ളത്. 250 മില്ലി തൊട്ടുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് നിങ്ങൾക്കെല്ലാം കിട്ടും. അതിൽ ഞാൻ ഉറപ്പ് തരുന്നു. തീർച്ചയായിട്ടും എൻ്റെ 26ാമത്തെ വർഷത്തിലാണ് ഈ 2ാമത്തെ ഷോറൂം ഇവിടെ തുടങ്ങുന്നത്. നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം. ലക്ഷ്മിയുടെയും കിരന്റെയും പരിപാടികൾ സൂപ്പറാണ്. അതുകൊണ്ട് ഞാൻ കടയിൽ ഇവിടെ നിന്ന് 8:30 പോകുന്നത്, 8 മണിക്ക് പോകും, 8:30 വീടെത്തുന്ന പരിപാടികൾ നല്ലൊരു കാണും. ഞായറാഴ്ച ദിവസം മൊത്തം ഇതിന്റെ പരിപാടികൾ കാണുന്നു. ഒരു പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഞാൻ കാണുന്ന ഇവര് പ്രാർത്ഥനകൾ 101 വയസ്സ് നല്ല രീതിക്ക് പരിപാടിയിൽ മുന്നേറ്റം കിട്ടണം എന്നാണ് ഞങ്ങളുടെ ഈ എല്ലാവരും മനസ്സറിഞ്ഞിട്ടുള്ള 101 വയസ്സ് വരെ ഞങ്ങളുടെ സന്തോഷം നിങ്ങൾ കേൾക്കണമെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും കോമൺ ആയിട്ടൊരു സംഗതി ഉണ്ട്. എന്താന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് 2 പേർക്കും കോമൺ ആയിട്ട് എന്താ? സ്മൈലോ, കാക്കപ്പുള്ളിടാ, കണ്ടോ? 2 പേർക്കും കണ്ടോ? കൈയൊക്കെ വീശി കഴിക്കുക. 1 കിലോ മത്തി എനിക്ക് തന്നുവിടണം, തൃശ്ശൂർക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കേട്ടോ. അയ്യോടാ, എന്തൊരു നിഷ്കളമായിട്ടുള്ള ചേച്ചി, ചെറിയ ക്ലീൻ ചെയ്തിട്ട് തന്നുവിടാന്ന്. ഞാൻ വേറൊരു ദിവസം വരാം കേട്ടോ. കാരണം ഇവിടുന്ന് തൃശ്ശൂർ ഉറപ്പായിട്ടും
മിക്കേമാലയുടെ തിരുനാളാണ്. ഓക്കെ, അപ്പൊ നല്ല കുടമ്പുളി ഇട്ട് വെച്ചിട്ടുള്ള ഒരു മീൻകറി കൂട്ടി ചോറുണ്ടാൻ വരാം. കൊഞ്ചച്ചാറിട്ട് തരാം. എന്താണ് ആവശ്യം പറഞ്ഞ ബിരിയാണി നല്ലത്. മട്ടൻ പേരെന്താ? പുഷ്പം. പുഷ്പം. പുഷ്പം തന്നെ. ഈ പുഷ്പലത ചേച്ചിക്ക് വലിയ കഴിവുകൾ കണ്ടോ ചേച്ചി? ആദ്യം തന്നെ ചേച്ചിയുടെ അനുഗ്രഹത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നത്. താങ്ക് യു സോ മച്ച് കേട്ടോ. എന്തായാലും 31-ാം തീയതി വീട്ടില്. ഓക്കെ, താങ്ക് യു. നല്ല അവസരങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ ടെലിവിഷന്റെ ഒരു ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. എല്ലാവരും അവരുടെ വീട്ടിൽ വന്നിട്ടുള്ള ആൾക്കാരെ കാണാൻ വരുന്ന പോലെയാണ് നിങ്ങളുടെ മുഖത്ത് ആ ഒരു സ്നേഹവും ആ ഒരു പരിചയവും. ഇവിടെ 101 വയസ്സ് വരെ ഇതുപോലെ പരിപാടി ചെയ്യണമെന്നാണ് ആ ഒരു അമ്മ അനുഗ്രഹിച്ചിട്ട് പോയത്. അപ്പൊ സ്റ്റാർ മാജിക് തീർന്നിട്ടും ഇത്രയും ഒരു സ്നേഹം നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിരണിനോട് ഇത്ര ഒരു സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു നന്ദി. ചൂട് ഭയങ്കര കൂടുതലാണ്, എന്നിട്ട് നിങ്ങൾ നിൽക്കുന്നതിന് വലിയൊരു നന്ദി പറയണം കേട്ടോ. അപ്പൊ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. താജ്മഹൽ ഇവന്റ്സിന്റെ ഭാഗമായിട്ട് എപ്പോ വന്നാലും നിങ്ങൾക്ക് സർപ്രൈസസ് എപ്പോഴാ എവിടുന്ന് എങ്ങനെയാന്ന് വരാൻ പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ, സോ പറഞ്ഞപ്പോൾ ഇത്ര ആൾക്കാർ നക്ഷത്ര പറഞ്ഞതുപോലെ ഇത്ര ആൾക്കാർ ഒരുമിച്ച് കണ്ടതിൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ 7:30 മണിക്കൂർ നമ്മൾ വരാനായിട്ട് ഇരുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് നമ്മൾ കൊച്ചിയിലോട്ട് 2 പേരും മുന്നേ ഒരു അവാർഡ് ഷോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരാൻ ലേറ്റായി. സോ അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയത്. പിന്നെ നിങ്ങൾ തരുന്ന സ്നേഹം അത് എന്ത് പറഞ്ഞു നമ്മൾ ലേറ്റ് ആയിട്ടില്ല, അവരോട് പറയണ്ടോ? അപ്പോൾ നിങ്ങൾ കണ്ട സന്തോഷത്തിന് എത്ര നന്ദി പറഞ്ഞിട്ടും അത് മതിയാവില്ല. പിന്നെ തൃശ്ശൂർ ഗോൾഡ് ഗേൾസും പ്രത്യേകം പറയുകയാണെങ്കിൽ ചേട്ടൻ ഒരു ചെറിയ കുഞ്ഞു സ്ഥാപനത്തിലിരുന്ന് ഇപ്പൊ ഇത്രയും വലിയ സ്ഥാപനം വന്നിട്ടുണ്ട്. എനിക്ക് പോലും ഇവിടെ 1 ഗ്രാമിലുള്ള ചെയിൻ മുതൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മേടിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്ര ആൾക്കാരെ കണ്ടത് സംസാരിക്കാൻ പറ്റത്. താങ്ക് യു. ലവ് യു ആൾ. ഹാപ്പി ഓണം പറഞ്ഞാൽ അത് പൊട്ടിക്കൂ ബ്രോ. അപ്പൊ എല്ലാവർക്കും എന്റെ അഡ്വാൻസ് ഹാപ്പി ഓണം. ഇത് രസമായിട്ട് 6 വർഷമായി നമ്മുടെ കേരളത്തിൽ കിടന്നിങ്ങനെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ ഒരു തമിഴ് ക്യാരക്ടർ പോലും ചെയ്യാൻ വിടുന്നില്ല. അത്ര ഇഷ്ടമായി. ഇത്രയും മണിയായിട്ട് മലയാളം പറഞ്ഞപ്പോ നമുക്കൊരു വലിയ കൈഡി കൊടുക്കണ്ടേ? ഇന്നത്തെ ദിവസം സമൂഹത്തിന് മാത്രം 871 അധ്യക്ഷനാക്കാൻ വേണ്ടിയാണ് 50,000 രൂപ ക്യാഷ് കിട്ടാൻ ശേഷം ചേട്ടാ എന്റെ ചുണ്ടിങ്ങനെ രാവിലെ അടിക്കാത്ത ഈ കാശ് കേട്ടോ. 50,000 രൂപ എന്താ ചെയ്യാൻ പോണേ? വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ ഇദ്ദേഹത്തിന് കുറച്ച് കടമൊക്കെ ഉണ്ട്. കടമൊക്കെ തീർക്കണം. ഓണം വരെയല്ലേ, വീട്ടിലെല്ലാവർക്കും ഉടുപ്പൊക്കെ മേടിച്ചു കൊടുക്കണം. അങ്ങനെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കൺഗ്രാജുലേഷൻസ്. നല്ല കഴിവുകളുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യരുടെ സാന്നിധ്യത്തിൽ തീർച്ചയായും നമ്മൾ ചില കൈവർഷം ക്യാഷ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വളരെ വളരെ സന്തോഷം. എന്നാൽ പുസ്തകങ്ങളുടെ സൗകര്യം ക്ലാസ്സാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചാൽ അത് മനസ്സിലാക്കി തന്നെയാണ്